ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് തനസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി കപ്പപ്പാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കപ്പപ്പിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് ബൗൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്തി ഈ തിന്നിൽ വേണം കിട്ടാൻ. ഇനി ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്, ഒരു പോട്ടിൻ്റെ ഒരു ഷേപ്പ്. ഇനി ഒരു ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മസാലയാണ് വേണ്ടത്, ബീഫിൻ്റെ മസാല ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട ഉള്ളി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക് അത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്, ഉള്ളി, ഇതിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം പൂട്ടി വെക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. അപ്പോഴൊക്കെ ഏകദേശം നമ്മൾ മസാല ഏകദേശം ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് യൂസ് ചെയ്യണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇതിലിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാൻ അടുത്തത് വേവിച്ച ബീഫാണ്. അത് ജസ്റ്റ് മിക്സിയിലിട്ട് ഞാൻ ഒന്ന് ക്രഷ് ആക്കിയിട്ടുണ്ട്. അത് ഇട്ടെടുത്തിട്ട് നല്ലപോലെ വീണ്ടും മിക്സാക്കാം. ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു സാലഡാണ് വേണ്ടത്. അതിനായിട്ട് ക്യാരറ്റ്, കക്കിരി ഇതിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ കപ്പിലേക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച സാലഡും ലാസ്റ്റ് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്.